യൂട്യൂബ് ചാനൽ വൈബി ഡുവോ. സോ നമ്മൾ എപ്പോഴും ഇത്രയും ദിവസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി ഫുഡ് വ്ളോഗ്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ഹരിയുടെ ഒപ്പം. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു, ഇന്ന് എനിക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ടൈം കിട്ടി. കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് എന്തെങ്കിലും വീഡിയോ വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുളിച്ച് സെറ്റാക്കി കളയാമെന്ന്, എന്തായാലും വ്ളോഗ് എടുക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ കുളിച്ച് സെറ്റായിട്ട് നമ്മൾ വ്ളോഗിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എന്ത് വ്ളോഗ് ചെയ്യും, അതായത് ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന വ്ളോഗാണല്ലോ ചെയ്യാൻ പോണേ. എനിക്കൊന്നും നമ്മൾ കുറേ ദിവസമായി, അതായത് ഫസ്റ്റ് വ്ളോഗ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വ്ളോഗിലാണ് ഞാനിങ്ങനെ ഈ ഒരു ഏരിയയിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ഇരുന്ന് സംസാരിക്കുന്ന വ്ളോഗ് ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്കിഷ്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വ്ളോഗ് എടുക്കുന്നത് ഇഷ്ടമാണ്. കാരണം പുറത്താണെങ്കിൽ ഇപ്പോൾ കുറേ അധികം നോയ്സസ് ഒക്കെ ഉണ്ടാവും. സോ ഇത് കുറച്ചുകൂടെ പീസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എന്ത് വ്ളോഗ് എടുക്കുമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് അന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു അതായത് ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോളണ്ട് മാത്രമല്ല, അതായത് കൂടുതൽ എനിക്ക് തോന്നുന്നു UK, US, ഓസ്ട്രേലിയ, അങ്ങനെ കുറേ സ്ഥലങ്ങളിലോട്ട് യങ്സ്റ്റേഴ്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നെവർ ബിഫോർ എന്താണ് പണ്ടത്തെക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പഠിക്കാനും, അല്ലെങ്കിൽ എന്താ പറയുക, ട്രിപ്പാണെങ്കിലും അതായത് ഇപ്പോൾ എൻജോയ് ചെയ്യാനാണെങ്കിലും എല്ലാവരും എനിക്ക് തോന്നുന്നു കൂടുതൽ സ്റ്റഡീസിനൊക്കെ വേണ്ടിയാണ് ആൾക്കാർ വരുന്നത്. അതായത് മേ ബി ഒരു ഫ്യൂച്ചർ അവർക്ക് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരാഗ്രഹത്തിലായിരിക്കാം കൂടുതൽ പേരും മൂവ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനും, അതായത് 3 years മുന്നേ ഞാനും എൻ്റെ ഫ്യൂച്ചർ സെറ്റാക്കാം എന്നൊരു ഇതോടെ ഞാനും ഇങ്ങോട്ട് മൂവ് ചെയ്ത ഒരാളാണ്, പോളണ്ടിലേക്ക് മൂവ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഇങ്ങനെ ഇപ്പോൾ മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് എനിക്കത് പറഞ്ഞുകൂടാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും അതായത് ഇപ്പോൾ റീലൊക്കേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഏത് കൺട്രിയിലോട്ടും പോണതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതായത് ഇപ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ, ഇപ്പോൾ ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അഫ്കോഴ്സ് കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും എപ്പോഴും. കുറച്ച് പേരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കതൊരു ധൈര്യമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകാമെന്നിരിക്കട്ടെ, ഒറ്റയ്ക്ക് മൂവ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, എന്തൊക്കെ നമുക്ക് മൈൻഡിൽ വെക്കാം പോണേന്, റീലൊക്കേറ്റ് ചെയ്യണതിന് മുന്നേ, ആ കൺട്രിയിലോട്ട് പോണതിന് മുന്നേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഇന്ന് ഞാൻ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ മേ ബി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ പറയും, നമ്മൾ ഏത് കൺട്രിയിലോട്ടാണോ ഇപ്പോൾ മൂവ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഞാൻ പോളണ്ടിലോട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പോളണ്ടിലോട്ട് വന്നതിന് മുന്നേ നമുക്കൊരു ക്ലിയർ കട്ടായിട്ട് എല്ലാ ഇൻഫർമേഷനും കയ്യിലുണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ VFSലോ അല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ് സബ്മിഷന് പോകുന്നു, നമുക്ക് വിസ കിട്ടാനായിട്ടുള്ള ഡോക്യുമെൻറ്റ് സബ്മിഷന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് കയ്യിൽ വേണം, അതായത് പോണതിന് മുന്നേ നമ്മൾ ഈ വിസ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്ന് നമുക്കൊരു കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഈ VFS ആണെന്നിരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ VFS ഗ്ലോബൽ ആണെന്നിരിക്കട്ടെ, അവർക്കൊക്കെ സൈറ്റ് ഉണ്ടാവും, ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകൾ ഉണ്ടാവും ഗൂഗിളിൽ. അപ്പോൾ അതിലൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ കയറിയിട്ട് എന്താ പറയുക, അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തെടുത്ത് ഇപ്പം നമുക്ക് എന്തായാലും മിക്കവരും എല്ലാവരും ഒരു ഏജൻസി വഴി ത്രൂ ആയിരിക്കും, ഏജൻസിയുടെ ഹെൽപ്പ് നമ്മൾ കിട്ടിയിട്ടായിരിക്കും നമ്മൾ എനിവേ മൂവ് ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് കുറച്ചുകൂടി ഇതൊക്കെ ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും നമ്മൾ ഈ ഏജൻസിക്കാർ. അപ്പോൾ ഈ ഏജൻസിക്കാരുടെ എനിവേ ഒരു സെറ്റ് ഓഫ് അവർ നമുക്ക് പറഞ്ഞു തരും ഇന്ന ഡോക്യുമെൻറ്റ്സ് വേണമെന്ന്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം, എന്താ പറയുക, ഇന്ന ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇംഗ്ലീഷാണ് നിങ്ങൾ UK പോവാണ്, അപ്പോൾ എനിവേ അവിടെ ഇംഗ്ലീഷാണ് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഭാഷ അറിയില്ല. സോ ഇപ്പോൾ നിങ്ങൾ UK മൂവ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ് ആയിട്ടും ഞാൻ പറയും കുറച്ചെങ്കിലും ഇപ്പോൾ കുറേ ഇംഗ്ലീഷിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് അറിയാൻ പറ്റും. നമ്മുടെ ഈ ഒരു കറണ്ട് ഒരു ഒരു ഇതനുസരിച്ചിട്ട് എല്ലാവർക്കും മേ ബി ഇംഗ്ലീഷ് നല്ലപോലെയൊക്കെ അറിയാൻ പറ്റും. പക്ഷേ അറിയില്ലാത്തവർക്ക് പോലും പക്ഷേ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇംഗ്ലീഷുള്ള രാജ്യത്തോട്ടാണ് പോകണമെങ്കിൽ. അപ്പോൾ അതേസമയം പോളണ്ട് പോലുള്ള രാജ്യത്തോട്ട്, അതായത് ഞാൻ എൻ്റെ മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ലാംഗ്വേജ് പഠിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് കുറച്ചെങ്കിലും. അതായത് പോളിഷ് സി ലെവലായിട്ട് വരണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ബേസിക്, അതായത് ഇപ്പോൾ നമ്മളൊരു ഗ്രോസറി ഷോപ്പിൽ പോകുന്നു, അപ്പോൾ അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വഴി തെറ്റിപ്പോയി ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവർ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ജസ്റ്റ് ബേസിക് തിങ്സ്, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ അറിഞ്ഞാൽ മതി. ഒരുപാട് ലാംഗ്വേജ് ഒന്നും വേണമെന്നൊന്നുമില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചൊരു C1 അല്ലേ, ഓക്കെ, C1 ആ ഒരു ലെവലൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിന് ഉറപ്പായിട്ട് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്. ബെനിഫിറ്റ്സ് ഇല്ലാതെ ഒരിക്കലും പറയില്ല. ജോലി കിട്ടാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. എന്ന് പറഞ്ഞാൽ പോളിഷ് റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്ന ഒത്തിരി ജോബുകളുണ്ട്, പോളിഷ് ലാംഗ്വേജ് പ്ലസ് എന്തെങ്കിലും നമ്മുടെ സ്കിൽസുകൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ പഠിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഓഫ് കോഴ്സ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഓരോ മിസ്റ്റേക്സ് നിന്ന് കണ്ടിട്ട് പറയാണ്. പിന്നെ എന്താണ് ഒരു ടിപ്പ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓഫ് കോഴ്സ് സാധനങ്ങൾ നിങ്ങളൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ പാക്ക് ചെയ്യേണ്ട സാധനങ്ങളെ പറ്റി ഇപ്പോൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറേ അധികം ടോപ്പിക്സ് അതിൽ ചെയ്യാനുണ്ടാവും. വേറൊരു വ്ളോഗ് തന്നെ ചെയ്യാനുള്ള അത്രയും ടോപ്പിക്സ് അതിൽ പറയാനുണ്ടാവും. അപ്പോൾ പക്ഷെ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാം കറക്റ്റായിട്ട് പാക്ക് ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങളുടെ മെഡിസിൻസ്, പിന്നെ നമ്മുടെ മസാലാസ്. നമ്മൾ എല്ലാവർക്കും നമ്മളുടേതായിട്ട് കുക്ക് ചെയ്ത് കഴിക്കണമെന്നൊരാഗ്രഹം ഉണ്ടാവും, ബിരിയാണി, പലതരം സാധനങ്ങളെല്ലാവരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതിൽ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ എങ്ങോട്ടാണ് പോകണത്? എല്ലാവരും പോളണ്ടിലോട്ടല്ലല്ലോ തന്നെ. അപ്പോൾ ഇത് ജനറലായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ എവിടെയാണോ പോകുന്നത് അപ്പോൾ അവിടെ എല്ലാം അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ കുക്കറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എടുത്തിട്ട് പോവുക. മസാലാസ്, നിങ്ങളുടെ മെഡിസിൻസ്, പിന്നെ ഇനിയിപ്പോൾ തണുപ്പ് രാജ്യത്തോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നെസസറി ആയിട്ടുള്ള ക്ലോത്ത്സ്, വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ എടുക്കുക. എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പോവുക. പിന്നെ ഞാൻ പറയും, ഒറ്റയ്ക്കാണ് ഇവന്തോ പോകുന്നെങ്കിലും ഒരാളെങ്കിലും നമുക്ക് അവിടെ എന്തെങ്കിലും പറഞ്ഞു തരാൻ ഒരാളെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ലൈക്ക് അതൊരു ഭയങ്കര ഒരു നല്ല കാര്യമായിരിക്കും. ഒരാളെങ്കിലും നമുക്ക് അവിടെ ഹെൽപ്പ് ചോദിക്കാനെങ്കിലും ഒരാൾ ഈ പോകുന്ന കൺട്രിയിലുണ്ടെങ്കിൽ, പോളണ്ടോ UK എവിടെയാണെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യമായിരിക്കും. കാരണം നമുക്ക് ജോലി കിട്ടാനും എല്ലാത്തിനും അതൊരു ബെനിഫിറ്റ് ആയിരിക്കും ഒരു ഫ്രണ്ടെങ്കിലും നമുക്കുണ്ടെങ്കിൽ. പിന്നെ പോകുന്നതിന് മുന്നേ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റഡീസിനാണ് പോകുന്നത്, പക്ഷേ എങ്കിലും ജോബ് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ജോലി കിട്ടണം എന്നുള്ളൊരു പ്രയോറിറ്റി ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പോകുന്നതിന് മുന്നേ അവിടുത്തെ അതായത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യേണ്ടി, വർക്കിംഗ് അവേഴ്സ് എങ്ങനെയായിരിക്കും, പിന്നെ സ്റ്റുഡൻ്റ് ആവുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ജോബ് പറ്റുമോ. ഇപ്പോൾ പ്രൊഫഷണൽ ജോബ് നോക്കി പോകുന്ന ഒരാളാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്ത് സെറ്റാക്കി, അതായത് ഒരു എന്താ പറയുക, ഒരു ഇതിനെയൊക്കെ പറ്റി ഒരു ഓവറോൾ ഇതുണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ. നിങ്ങൾക്ക് ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം പോകാൻ. അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് നോളജെങ്കിലും വേണം. അതായത് ഇപ്പോൾ പോളണ്ടിലേക്ക് വന്നതിന് മുന്നേ എനിക്ക് ഏകദേശം അറിയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ ജോബിന് അപ്ലൈ ചെയ്യാമെന്ന്. പക്ഷെ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഫ്രണ്ട്സ് ത്രൂ ആണെങ്കിലും അറിഞ്ഞതും പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റിയതൊക്കെ. പക്ഷേ അതായത് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, ഈ പോകുന്ന കൺട്രിയിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ കുറേ ഈ വ്ളോഗ് വലിച്ചു നീട്ടുന്നില്ല. ഇതിപ്പോൾ എനിക്ക് 9 മിനിറ്റായി. അപ്പോൾ നമുക്ക് ഇത്രയും കുറച്ച് ടിപ്സായിട്ട് നമുക്കിതിവിടെ നിർത്താം, വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കിനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസ് ആയിട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഡു ഫോളോ മീ
ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതൊരു സപ്പോർട്ടീവായിരിക്കും, സപ്പോർട്ടും കൂടെ ആയിരിക്കും ഞങ്ങൾക്ക്. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ.